നിങ്ങൾ എന്ത് ചെയ്താലും തെറ്റ്, എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ, എല്ലാം കുറ്റങ്ങൾ മാത്രമേ കണ്ടത്. അങ്ങനെ പാടില്ല. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റ് എന്നുള്ള തിരുത്തി കൊടുക്കേണ്ട രക്ഷിതാക്കളുടെ ഡ്യൂട്ടിയാണ്. അത് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ആ ഒരു ഹാബിറ്റ് തുറന്നു പോയിട്ട് കുട്ടികളുടെ ഒരു വെറുപ്പിന്റെ ഇതിലേക്ക് എത്തിക്കരുത്. കുട്ടികളാണെങ്കിൽ അത് മനസ്സിലാക്കണം. സ്വന്തക്കാരായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറയാം. അവരെയാണ് നമ്മളെ കറക്റ്റ് ചെയ്യാനും നന്നാവുമ്പോൾ നമ്മളെ സന്തോഷത്തിലും ഒക്കെ പങ്കുചേരുന്ന ആളുകൾ അവരായിരിക്കും. അതുകൊണ്ട് അവരത് പറയാനുള്ള അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, അവർക്ക് അതിന് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നോട് പറയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ, അദ്ദേഹം ബിസിനസ്സുകാരനാണ്, വളരെ പല ലെവലിലും ഹൈ ആൻഡ് ഡൗൺ സ്റ്റേജിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെയെങ്കിലും കടങ്ങളോ എന്ത് വാങ്ങിയിട്ടാണെങ്കിലും അവരെ അറിയിക്കാതെ ഹൈ ലെവലിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ മക്കളൊന്നും അയാളുടെ നിന്ന് എതിർത്ത് പറയാറോ ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ആ മകന് ഒരു ചെറിയൊരു അഫെയറും കണക്ഷൻസൊക്കെ ഉണ്ടായപ്പോൾ അത് വളരെ അഡമൻ്റായ ഭാഷയിൽ പാരൻറ്റിനോട് പറയുകയും പാരൻറ്റിനാണെങ്കിൽ അത് യോജിക്കാൻ വളരെ പ്രയാസകരം. കുറേ കാര്യങ്ങൾ അയാളെ വ്യൂവിലുണ്ട്. അപ്പോൾ അയാൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. അയാളെ ഒറ്റയടിക്കാൻ അത് ശരിയാവില്ല എന്ന് മകനോട് പറഞ്ഞപ്പോൾ മകൻ്റെ റിയാക്ഷൻ വളരെ മോശമായ രീതിയിൽ, ഇതുവരെ മുഖത്തോട്ട് നോക്കിയൊന്ന് സംസാരിക്കാത്ത ആൾ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെ ഇറങ്ങിപ്പോലൊക്കെ സംസാരിച്ചപ്പോൾ അയാൾക്കുണ്ടായ ആ മാനസിക ആഘാതങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ ചില സിറ്റുവേഷൻ ഇത്രയും കാലം നമ്മൾ വളർത്തിയെടുത്തിട്ട് അവർ നമ്മളെ എന്തെല്ലാം പെയിൻ എടുത്തിട്ടാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചത്. എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, പിന്നെ പല മേഖലയിലും പഠനത്തിന് ഫീസും പരിപാടിയൊക്കെ വളരെ ഹൈ ആണ് നമുക്കറിയാം. അതൊക്കെ പലതരത്തിലും മാനേജ് ചെയ്തിട്ട് കുട്ടികൾക്ക് അതിൻ്റെ പെയിൻ അറിയിക്കാതെ ചെയ്തിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ സ്വന്തം അച്ഛൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു വേ ഓഫ് അപ്രോച്ച്, തിരിച്ചു കൊടുത്ത അപ്രോച്ച് ശരിയായില്ല.